ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മങ്കി മാൻ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ്. സ്ലം ഡോഗ് മില്യനെയർ, ലയൺ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ ദേവ് പട്ടേൽ നായകനെ അഭിനയിക്കുന്ന സിനിമയാണ് മങ്കി മാൻ. അദ്ദേഹം തന്നെയാണ് സിനിമയുടെ ഡിറക്ഷൻ, സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെ ഒന്ന് രണ്ട് പേര് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഡിറക്ഷൻ പുള്ളിയുടെ തന്നെയാണ്. വലിയ എക്സ്പെക്ടേഷനോടെയാണ് സിനിമ തിയേറ്ററിലെത്തിയത്. കാരണം അതിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ്, അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ അതിൻ്റെ ആക്ഷൻ സീക്വൻസ്, പിന്നെ ഹനുമാൻ്റെ റെഫറൻസ്, മങ്കി മാനുള്ള ഒരു മങ്കി മാൻ്റെ രൂപമുള്ള ഒരു മാസ്ക് കിട്ടുള്ള ഒരു ഫൈറ്റ്, അങ്ങനെ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു സിനിമ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമ തിയേറ്ററിലെത്തിയത്. ഈ ഏപ്രിൽ 4 മറ്റുമാണ് US അതിൻ്റെ റിലീസായിരുന്നത്. ഇന്ത്യയിൽ ഈ സിനിമ ഇനിയും വന്നിട്ടില്ല. സെൻസർ ബോർഡ് ഈ സിനിമ സർട്ടിഫൈ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഈ സിനിമയുടെ ഒരു 1 ലൈനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻകാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനാണ്. അതായത് ബോംബെ ആണ് സ്റ്റോറിയുടെ പ്ലോട്ട് നടക്കുന്ന സ്ഥലം. അവിടെ വളരെ ഒരു ഗള്ളിയിൽ, ഒരു ചേരിയിൽ താമസിക്കുന്ന ഹീറോ ക്യാരക്ടർ, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ കൊല്ലപ്പെടുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അമ്മയെ കൊല്ലുകയാണ്. അപ്പോൾ അതിനെ അവെഞ്ച് ചെയ്യുന്നതാണ്, അതിനെ റിവെഞ്ച് എടുക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു 1 ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലിങ്ങിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ എടുത്തു പറയത്തക്ക അതിൻ്റെ പോസിറ്റീവുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ സീക്വൻസുകളാണ്. ഗംഭീരമായ ആക്ഷൻ സീക്വൻസുകളാണ്. എക്സ്ട്രീംലി വയലൻ്റ് ആണ്. അതിപ്പോൾ ഈ അടുത്തിടെ വന്നിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകളിലെ ആക്ഷൻ സീക്വൻസുകളിൽ പൊതുവേ കൊണ്ടുവരുന്നൊരു ഇതാണ് ഈ ആക്ഷൻ സീക്വൻസുകൾ എക്സ്ട്രീംലി വയലൻ്റ് ആക്കുക എന്നുള്ളത്. ആ ഒരു കണ്ടിന്യൂവേഷൻ ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലൈമാക്സിലുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ആയാലും അതിന് മുമ്പുള്ള 1-2 ഫൈറ്റ് സീക്വൻസുകളൊക്കെ ആയാലും വളരെ ഒരു കട്ട് ത്രോട്ട് ആക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് വർക്കൗട്ട് ആയിട്ടുണ്ട് ആ സിനിമയിൽ. ആ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റുകളിൽ ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം അത് വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെയാണ്. ഇനി പിന്നെ അതിൻ്റെ അകത്ത് ദേവ് പട്ടേലിൻ്റെ പെർഫോമൻസ്, ആ ക്യാരക്ടറായിട്ട് വരുന്ന ദേവ് പട്ടേലിൻ്റെ ഹീറോയുടെ പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ ബിലീവബിളായിട്ട് പുള്ളി അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ആയാലും ഒക്കെ ആയാലും പുള്ളി അത് വളരെ നല്ല രീതിയിൽ ക്യാരക്ടറായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയുടെ നെഗറ്റീവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ പലപ്പോഴും ഒരു സ്റ്റോറി നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ പ്രത്യേകിച്ചൊന്നും നടക്കില്ല. അതൊരു വളരെ നോർമലായിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ആണ് സിനിമയുടെ ഒരു ഫെയിലുവർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യക്കാരായ ഓഡിയൻസിന് ഈ സിനിമ കാണുമ്പോൾ നമുക്കത് വളരെ വേഗം മനസ്സിലാവും. ഓക്കെ, അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള സീക്വൻസുകളാണ് ശരിക്കും പറഞ്ഞാൽ, സ്റ്റോറി സീക്വൻസുകളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. അതായത് പിന്നെ ആദ്യം ബീറ്റ് ചെയ്യപ്പെടുന്ന നായകൻ തോറ്റ് പിന്മാറുന്നു, പിന്നീട് പുള്ളി പോയിട്ട് ശക്തി ആർജിച്ച് തിരിച്ചു വരുന്നു, പിന്നെ ഒരു റിവഞ്ച് സ്റ്റോറി. ഇതൊക്കെ വളരെ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. പിന്നെ എക്സ്ട്രീംലി എന്താ പറയുക, നമ്മുടെ ഈ കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വളരെ എക്സ്ട്രീമായിട്ടുള്ള കുട്ടികളായിട്ടുള്ളൊന്നും കാണാൻ പറ്റിയ ഒരു സിനിമയല്ല ഇത്. വളരെ എക്സ്ട്രീമായിട്ടുള്ള വയലൻസ് സീൻസുകൾ, പിന്നെ ഒരു ഗോറി വയലൻസ് എന്ന് പറയും, അത്തരത്തിലുള്ളൊരു വയലൻസ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ഈ സിനിമയിൽ കൂടുതലും ഉള്ളത്. പിന്നെ ഈ ബോംബെയിലെ പോവർട്ടിയിലോട്ടുള്ള ഫ്രെയിംസ്, അതെനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ ഒബ്വിയസ്ലി ബോംബെയിലെ ചേരികളിൽ ഇപ്പോഴും വളരെ കഠിനമായ ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇന്ത്യക്ക് ഒട്ടാകെയുണ്ട്. പക്ഷേ ഈ ഫ്രെയിമുകളിൽ എനിക്ക് തോന്നിയത് ഒരു പരിധി വരെ ഈ നമ്മുടെ ഇംഗ്ലീഷ് ഓഡിയൻസിൻ്റെ അത്തരത്തിലുള്ളൊരു തോട്ടിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്യാമറ ആംഗിൾസും സ്റ്റോറി ടെല്ലിങ്ങുമാണ്. അതായത് ഈ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഈ മെക്സിക്കൻ ബേസ്ഡ് നാർക്കോട്ടിക് സിനിമകളിലൊക്കെ കാണുന്നത്, ഈ മെക്സിക്കോ കാണിക്കുമ്പോൾ എപ്പോഴും ഒരു യെല്ലോയിഷ് ടോണിലുള്ള ഫ്രെയിമുകളായിരിക്കും. സെയിം തന്നെ അതുപോലെ തന്നെയുള്ള ഗ്രീൻ യെല്ലോ ടോണിലുള്ള ഫ്രെയിമുകൾ ഈ സിനിമയിലും ഉണ്ട്. അതായത് നമ്മൾ കാണുമ്പോൾ നമുക്ക് കണ്ണിന് ഭയങ്കര അലോസരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫ്രെയിംസ് അല്ല, ഒരു കളറിങ് ഇതിലും ഉണ്ട്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരു പരിധി വരെ ഓക്കെയാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്കതൊരു വല്ലാതെ ഒരു ഇറിറ്റേറ്റിംഗ് പോലെ തോന്നി. അത് ഈ സിനിമയുടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി കാണിച്ചായിരിക്കാം, പക്ഷേ അത് അത്ര അങ്ങോട്ട് വർക്കൗട്ടായിട്ടില്ല. അറ്റ്ലീസ്റ്റ് എനിക്കത് വർക്കൗട്ടായില്ല. പക്ഷേ ആക്ഷന് വേണ്ടിയിട്ട് സിനിമ കാണാം. നല്ല കട്ട് ത്രോട്ട് ആയിട്ടുള്ള ആക്ഷനാണ്, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പറയുന്ന സൺ സീക്വൻസ് ഉണ്ട്. ജോൺ വിക്ക് എടുത്ത് ബോംബെയിലെ ചേരിയിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന രീതിയിലാണ് ഈ പടത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഈ സിനിമ ഇപ്പോഴും ഇന്ത്യയിൽ റിലീസായിട്ടില്ല. ഇന്ത്യയിൽ റിലീസാവാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു
എന്താ പറയുക, ഒരു കറണ്ട് ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പ്രോ ഹിന്ദുത്വ ഗവൺമെൻറ്റിനെതിരെയുള്ള കുറേ ഫ്രെയിമുകളൊക്കെ ഇതിൻ്റെ അകത്ത്, കുറേ ഫ്രെയിം ആൻഡ് എലമെൻറ്റ്സ് ഒക്കെ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മങ്കി മാൻ, ഹനുമാൻ റെഫറൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു സാധനമേ അല്ല ഈ സിനിമയിൽ ആ റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ദേവപ്പട്ടേൽ എന്തിനാണ് റെഫറൻസ് ഉപയോഗിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഷെയ്ഡില്ല. ഇപ്പോൾ ഈ ഹനുമാൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഷെയ്ഡ് ഇതിലില്ല. ഇതിൽ ഈ ക്ലൈമാക്സ് സീക്വൻസിൽ വില്ലനെ കാണാൻ വരുന്ന ഒരു ഫ്രെയിമുണ്ട്. അതിൽ ഈ ലങ്കാദഹനമാണ് പുറകിൽ കാണിക്കുന്നത്. പക്ഷേ ആ ലങ്കാദഹനം ആ ഫ്രെയിമിൽ കൊണ്ടുവരാനുള്ള ഒരു സ്റ്റോറി സീക്വൻസ് ഈ പടത്തിലില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ നടന്ന, ബോംബെ അല്ല തോന്നുന്നു, ഡൽഹിയിലും നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റ്സിൽ വേറെയൊക്കെ നടന്ന ലഹളകളെക്കുറിച്ചും ലൈക്ക് സേവ് ഇന്ത്യൻ മുസ്ലിം എന്നൊക്കെ ഉള്ള കുറേ സ്ലോഗൻസൊക്കെ പുള്ളി ഫ്രെയിമിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ക്യാരക്ടറുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. അതാണ് അതിൻ്റെ അതൊരു പ്രശ്നം. ലൈക്ക് അതിനെക്കുറിച്ച് സിനിമ എടുക്കുന്നതിനോ അല്ലെങ്കിൽ അത് പറയുന്നതോ തെറ്റല്ല, പക്ഷേ സ്റ്റോറി ലൈൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു മെയിൻ പ്രോബ്ലം. പുള്ളിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, ലൈക്ക് കറണ്ട് ഗവൺമെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ അവരുടെ പോളിസീസിനെതിരെയോ ഒക്കെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളി അതിന് ദേവപട്ടേൽ അതിനെ സെലക്ട് ചെയ്ത ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഫ്രെയിമുകളിൽ അത് കൊണ്ടുവരാൻ സ്വീകരിച്ച രീതി അത് ഓഡിയൻസിന് കണക്റ്റ് ആവില്ല. കാര്യം എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് റാൻഡം ഹീറോ പഞ്ച് ബാഗിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു സമയത്ത് ദെൻ സഡൻലി കുറേ റാലിയും അങ്ങനത്തെ ഫ്രെയിമുകളൊക്കെ കാണിക്കുവാണ്. അപ്പം നമുക്കിത് എന്തിനാണ് ഇത് കാണിക്കുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചു അതിൻ്റെ ഹീറോയും ഇതുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്? അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി കുറേ എലമെൻറ്റ്സ് കാണിക്കണമെന്നുണ്ടായിരുന്നു. അത് പുള്ളി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ആക്ഷൻ വർക്കൗട്ടായി. ബാക്കിയുള്ളതൊക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ വർക്കൗട്ടുണ്ട്. ഈ സിനിമ സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് ഇന്ത്യയിൽ റിലീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട്. കാര്യം അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് അങ്ങനെ ആയതുകൊണ്ട് അത് അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വന്നേക്കാം. ആക്ച്വലി നെറ്റ്ഫ്ലിക്സ് ഇത് ഏതാണ്ട് $10 മില്യൺ വാങ്ങിക്കുകയും ഈ സിനിമ സ്ട്രീമിംഗ് റൈറ്റ്സ് വാങ്ങിക്കുകയും പിന്നീട് അവർ ബേസിക്കലി സ്ട്രീം ചെയ്യാൻ മടിച്ചു. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യാൻ മടിച്ചു. ബിക്കോസ് അവർ വിചാരിച്ചത് ഇന്ത്യയിലേക്ക് ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും, വലിയ പ്രോബ്ലം ഉണ്ടാക്കും, ഓഡിയൻസിന് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് ജോർദൻ പീലെ എന്ന് പറഞ്ഞ സാറ്റർഡേ നൈറ്റ് ലൈവിലൊക്കെ വരുന്നൊരു കോമഡി ആക്ടറുണ്ട്. പുള്ളി ഈ സിനിമ കാണുകയും പുള്ളി നെറ്റ്ഫ്ലിക്സിൻ്റെ സിനിമ തിരിച്ചു വാങ്ങിച്ച് US തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും ഇവിടെ വലിയ സക്സസ് ആണ്. അതിന് $10 മില്യൺ ബഡ്ജറ്റിൽ വന്നിട്ട് ഏതാണ്ട് ഇപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷൻ $30-40 മില്യൺ അത് വലിയ സക്സസ് ആണ്. ഇവിടെ നമുക്ക് ആക്ഷന് വേണ്ടി സിനിമ കാണാം, അല്ലാണ്ട് അതിനും അപ്പുറത്തേക്ക് ഈ സിനിമയിൽ നിന്നും ഭയങ്കരമായ പ്രതീക്ഷകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വേണ്ട. ഒരു ഓക്കെ മൂവിയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു സിനിമ ആയിരിക്കും. ബൈ.